ഞാൻ മാമനൊരു കാര്യം ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തോടെ ചെയ്തു തരുമോ? അതെന്ത് ചോദ്യം മോളെ? ഈ ചോദ്യം ഇന്ത്യൻ ആർമിയെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള ചോദ്യമായി പോയി. ഒരു പട്ടാളക്കാരന് ഉത്തരവാദിത്വമില്ലാതെ എന്തെങ്കിലും ചെയ്യുന്ന ചരിത്രം മോൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? മോള് പറ, മോക്ക് എന്ത് സേവനമാ മാമൻ ചെയ്തു തരേണ്ടത്? ഇത് കുറച്ച് സ്വർണ്ണോ, മറ്റാരും അറിയാതെ മാമനത് വിറ്റ് എനിക്ക് കാശ് കൊണ്ടു തരണം. അത്രേ ഉള്ളോ? അത് മാമൻ ഏറ്റു. എനിക്ക് 10 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട്. അത്രയും കിട്ടുമെന്നൊന്ന് നോക്കണം. മോളെ, ഇത് 10 കിട്ടുമെന്ന് തോന്നുന്നില്ല. എന്നാലും നമുക്ക് മാക്സിമം നോക്കാം. അല്ല, മോക്കെന്താ കാശിന് ഇത്ര വലിയ അത്യാവശ്യം? അതൊന്നും മാമൻ അറിയണ്ട. ഈ സേവനത്തിന് മാമന് ഞാൻ കൈക്കൂലി തന്നാ പോരെ? മാമൻ അത് മതി. എങ്കിലേ വേഗം പോയിട്ടോ. ദേ കയ്യിലിരിക്കുന്ന സ്വർണ്ണ, ആ ഓർമ്മ വേണം. കള്ളു കുടിച്ച് മഴയിലെങ്ങും കിടക്കരുത്. അപ്പൊ മോള് കാര്യമൊന്നും അറിഞ്ഞില്ലേ? എന്ത്? പരശുമാമൻ കള്ളുകൂടി നിർത്തി. അയ്യോ, എപ്പോ? ഇന്നലെ രാത്രി. ഉറക്കത്തിൽ മാതാ കലിംഗദേവി എന്റെ അടുത്ത് വന്നു പറഞ്ഞു, മോനെ പരശുരാമ, ഇന്നത്തോടെ നീ കള്ളുകൂടി നിർത്തിക്കോണമെന്ന്. അപ്പൊ തന്നെ ഞാൻ വാക്കും കൊടുത്തു. കലിംഗദേവി പറഞ്ഞാ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദേവി ഞങ്ങള് പട്ടാളക്കാരുടെ കുലദൈവം ആണല്ലോ. സംസാരിച്ച സമയം കളയാതെ ആരെങ്കിലും കാണുന്നതിന് മുൻപ് വേഗം പോവാൻ നോക്ക്. അല്ല മോളെ, കുറച്ചുകൂടെ സ്വർണം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സേഫ് സൈഡിന് കൈ വെക്കായിരുന്നു. 10 ലക്ഷം തികയണമല്ലോ. അത് ബാക്കിയെല്ലാം ലോക്കറില്ല. അല്ല, അത് പോയി എടുത്താ പോരെ? ജോയിന്റ് അക്കൗണ്ടാ, തെത്തണ്ണറിയും. അത് ശരി, ഭർത്താവ് അറിയാതുള്ള ഏർപ്പാടാണല്ലേ. ഏതായാലും മാമൻ എന്താ കൈക്കൂലി കിട്ടിയ പോലെ. അത് മതി, അത് മതി. എന്നാ പിന്നെ ഞാൻ പോയിട്ട് വരാം. പ്രാർത്ഥിക്കണം കേട്ടോ. അല്ല, 10 ലക്ഷം കിട്ടാനേ. പൊന്നുമോളെ, എന്താ? ഓ, കണ്ണെഴുതാം, പൊട്ട് വെക്കാം. മോളെ, എന്താ ചേച്ചി? മോള് കുഞ്ഞിനെ ഒരുക്കുവാണോ? അതെ. അയ്യോ മോളെ, ഇങ്ങനെ ബ്യൂട്ടി പൊട്ടൊക്കെ ഇടുമ്പളേ അതിന്റെ മുകളിലെ ഇത്തിരി പൗഡർ എടുത്ത് ചെറുതായിട്ട് അങ്ങോട്ട് പൂശിക്കൊടുക്കണം കേട്ടാ. അല്ലെങ്കിലേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കൈയിട്ടടിക്കുമ്പോ മഷി പടർന്നു പോയില്ലേ. പിന്നെ എനിക്ക് പൂജ മോളോടൊരു കാര്യം പറയാൻ. എന്താ ചേച്ചി? നമുക്ക് ഇത്തിരി അങ്ങോട്ട് മാറിയെന്ന് സംസാരിക്കാം. ബാ ബാ മോളെ, ബാ. ആമി മോള് കാണിക്കുന്ന ഈ സ്നേഹം കണ്ട് മോള് മയങ്ങരുത്. ഇതിന്റെ പിന്നിൽ എന്തോ ഗൂഢതന്ത്രമുണ്ട്.